Write the heading. One-way classification. Write the heading. One-way classification. One-way classification. അതിൽ ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യുക. Below are given the yield. Below are given the yield. Below are given the yield. Within bracket you write kilograms. Below are given the yield. Bracket la kilograms per acre. Per acre. ആ kilograms bracket la. Kilograms മാത്രം bracket la. Per acre. For 5 trial plots. 5 trial plots. PLOTS of 5 trial plots of 4 varieties of treatment. Of 4 varieties of treatment. Of 4 varieties of treatment. Under that, first column is plot numbers. Plot numbers. And the second is varieties of treatment. Second is varieties of treatment. There are 4 varieties. 1, 2, 3 and 4. In 1, 9, 11, 13, 9 and 8. 13, 9 and 8. Second 13, 12, 10, 15 and 5. 13, 12, 10, 15 and 5. Third 19, 13, 17, 7 and 9. 7 and 9. Fourth 14, 10, 13, 17 and 16. 17 and 16. Under that you write അതിൻ്റെ താഴെയായിട്ട് എഴുതുക. Carry out one-way analysis of variance. Carry out one-way analysis of variance and state your conclusion. And state your conclusion. And state your conclusion. Question നോക്കുക. Below are given the yield. വിളവ് കിലോഗ്രാംസിലാണ്. പെർ ഏക്കർ, ഒരു ഏക്കറിൽ നിന്ന് കിട്ടുന്നത്. ഫോർ 5 trial plots of 4 varieties of treatment. ഈ 4 varieties of treatment. 4 varieties of treatment. Underline varieties of treatment. അവയ്ക്ക് സെയിം ഇഫക്റ്റ് ആണോ 4 varieties of treatmentന്? അതായത് 4 കൃഷി പരിചരണ രീതികൾക്ക് സെയിം ഇഫക്റ്റ് തന്നെയാണോ എന്നറിയാനായിട്ട് 5 ട്രയൽ പ്ലോട്ടുകൾ ഉണ്ടാക്കി. 5 ട്രയൽ പ്ലോട്ട്. ആൻഡ് ദ 4 varieties are 1, 2, 3 and 4. അവ ഓരോ ഏക്കർ വീതമുള്ള 5 പ്ലോട്ടുകളിൽ അപ്ലൈ ചെയ്യുന്നു. അതിൽ നിന്ന് കിട്ടിയ വിളവുകളാണ്. അതായത് ഫസ്റ്റ് വെറൈറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് പ്ലോട്ടിൽ അപ്ലൈ ചെയ്തപ്പോൾ 19 kilograms ആണ്. സെക്കൻഡ് പ്ലോട്ടിൽ 11, തേർഡിൽ 13, ഫോർത്തിൽ 9, ഫിഫ്ത്ത് പ്ലോട്ടിൽ 8. അതുപോലെ തന്നെ ഫസ്റ്റ് പ്ലോട്ടിൽ ഫസ്റ്റ് വെറൈറ്റി അപ്ലൈ ചെയ്തപ്പോൾ 9 ആണെങ്കിൽ സെക്കൻഡ് വെറൈറ്റി അപ്ലൈ ചെയ്തപ്പോൾ സെക്കൻഡ് വെറൈറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ it is 13. When the third variety of treatment is applied, it is 19, and the fourth variety, it is 14. നിങ്ങൾ ചെയ്യാനായിട്ട് പറയുന്നത് carry out one way analysis of variance ആണ്.
അണ്ടർലൈൻ വൺ വേ അനോവയാണ്. എന്നിട്ട് സ്റ്റേറ്റ് യുവർ കൺക്ലൂഷൻ. നിങ്ങളുടെ കൺക്ലൂഷൻ എന്താണ്? അതായത് ഇതിൽ ഈൽഡ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് ഈ പ്ലോട്ടുകളെല്ലാം ഫെർട്ടിലിറ്റിയുടെ കാര്യത്തിലും സൈസിൻ്റെ കാര്യത്തിലും അവയുടെ നേച്ചറിൻ്റെ കാര്യത്തിലും എല്ലാം ഒരേപോലെയുള്ളതാണ്, എക്സാക്ട്ലി ദ സെയിം. അപ്പോൾ ഒരു പ്ലോട്ടിൽ മറ്റൊരു പ്ലോട്ടിനേക്കാൾ കൂടുതൽ വടിക്കോൾ ഈൽഡ് കിട്ടുകയാണെങ്കിൽ, ഈ വൺ പ്ലോട്ട് ഈസ് പ്രൊവൈഡിങ് മോർ ഈൽഡ് ദാൻ ദ അതർ വൺ, ഇറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ഇഫക്റ്റ് ഓഫ് ദ ട്രീറ്റ്മെൻറ്റ് അപ്ലൈഡ് ഇൻ ദാറ്റ് പ്ലോട്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ്സിന് ഡിഫറെൻറ്റ് ഇഫക്ട്സ് ആണ്. നമുക്കിപ്പോൾ അറിയേണ്ടത് ഇവിടെ വിളവ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് ട്രീറ്റ്മെൻറ്റ്സ് ഫലമായിട്ടാണ്. നമുക്കറിയേണ്ടത് എല്ലാ ട്രീറ്റ്മെൻറ്റ്സിനും ഒരേ ഇഫക്റ്റ് തന്നെയാണ്. വിളവിൽ ഏറ്റക്കുറവ് ഉണ്ടാക്കുന്ന ട്രീറ്റ്മെൻറ്റ്സിന് ഒരേ ഇഫക്റ്റ് തന്നെയാണോ അതോ വ്യത്യസ്തമായ ഇഫക്റ്റാണ്? അതിന് വൺ വേ അനാലിസിസ് ആണ് അപ്ലൈ ചെയ്യാനായിട്ട് പറയുന്നത്. ഇൻ വൺ വേ അനാലിസിസ് വാട്ട് വി ആർ കൺസിഡറിങ് ഈസ് ഓൺലി ദ കോളംസ്. വൺ വേ അനാലിസിസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കോളംസ് മാത്രമാണ്. ഇതിൽ 3 ടേംസ് ആണ്. ഒന്ന് ടി സ്റ്റാൻഡ്സ് ഫോർ ദ ടോട്ടൽ, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സി ഈസ് ബിറ്റ്വീൻ സാമ്പിൾസ്. അടുത്ത ഇ ആണ്. E is within samples. ഇതിൽ വൺ വേയിൽ മൊത്തം 7 കാൽക്കുലേഷനാണ്. ഓൾടുഗദർ ദർ ആർ 7 കാൽക്കുലേഷൻ. ഒന്ന് ടിയിൽ 2 കാൽക്കുലേഷൻ, എസ് എസിൽ 3 കാൽക്കുലേഷൻ, എം എസിൽ 2 കാൽക്കുലേഷൻ. സോ വി ആർ സ്റ്റാർട്ടിങ് ദ കാൽക്കുലേഷൻസ് നൗ. റൈറ്റ് HO. Sample means are equal. HO 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 sample means are equal. Sample means are equal. That is, the effects of all treatments are same. The effects of all treatments are same. HO sample means are equal. The effects of all treatments are same. The effects of all treatments are same. H1 not equal. H1 not equal. H1 not equal. H1 is not equal. H1 is not equal. കാൽക്കുലേഷൻ ആരംഭിക്കുന്നു. n is equal to, that is a total number of values. N is a total number of values. This is a 4 rows and this is a 5 rows and 4 columns. So 5 into 4, 20. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. ആ രീതിയിൽ എടുത്താൽ 20 ആണ്. അപ്പോൾ 5 റോയും 4 കോളം ആയതുകൊണ്ട് 5 into 4, n is 20. So in this section there are altogether 20 values അല്ലെങ്കിൽ 20 figures. അടുത്ത T. The next is T. T stands for sum of all observations. Sum of all observations. It is a sum of all observations. നമ്മുടെ രീതിയിൽ പറഞ്ഞാൽ it is a sigma x. നമ്മുടെ രീതിയിൽ പറഞ്ഞാൽ it is a sigma x. ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 9 + 11 20, 33 + 9 42 + 8 50, 63 75 85 100 105 അങ്ങനെ വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ദിസ് യു ക്യാൻ മാർക്ക് ഇറ്റ് ആസ് x1, this is x2, this is x3 and this is x4. x1, x2, x3 and x4.
sigma x1. First column in the total, sigma x1. Sigma x1 is 50. Sigma x1 is 50. Then we go for sigma x2. Sigma x2 is 55. Sigma x3. Sigma x3 is 65. And sigma x4, that is 70. Sigma x4 is 70, is equal to 50 plus 55 plus 65 plus 70. 50 plus 55 plus 65 plus 70 is equal to 240. Is equal to 240. Once again, T എന്ന് പറയുന്നത് sum of all observations ആണ്. T stands for sum of all observations ആണ്. There are 20 observations. ഇവയുടെ sum total ആണ്. ഇവയുടെ sum total വർക്കൗട്ട് ചെയ്യണമെങ്കിൽ 9 plus 13 plus 19 plus 14 plus 10 plus 13 plus 12 plus 11 അങ്ങനെ tedious ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്നതിന് പകരം take the total of the first column, that is 50. Take the total of the second column, that is 55. Third column is 65 and the fourth column is 70. ഇങ്ങനെ മൊത്തത്തിൽ 20 figures ആഡ് ചെയ്താലും ഫസ്റ്റ് കോളം ടോട്ടൽ പ്ലസ് സെക്കൻഡ് കോളം ടോട്ടൽ പ്ലസ് തേർഡ് കോളം ടോട്ടൽ പ്ലസ് ഫോർത്ത് കോളം ടോട്ടൽ അങ്ങനെ വർക്കൗട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ സെയിം ആൻസർ ഈസ് ഈക്വൽ ടു 240. അടുത്ത കാൽക്കുലേഷനിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഇസ് ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. It is a t square divided by n. It is a t square divided by n. It is a t is a 240 square divided by 20. 240 square divided by 20. 24 in the square എന്ന് പറയുന്നത് 576. 24 in the square is 576. 0 square is 2 zeros divided by 20. Divided by 20, and it is 2880. It is 2880. It is 2880. So in one way classification, I told you there are altogether 7 calculations. The first 2 calculations are considered with the term t. The first 2 calculations are considered with the term t, and regarding t, both the calculations are over. One is a t. T stands for sigma x, that is 240, and the second one is a t square divided by n, that is a 2880. Now we go for the heading SS. SS is a sum of squares. 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 അതിൽ ആദ്യം വർക്കൗട്ട് ചെയ്യുന്നത് SST ആണ്. ഫസ്റ്റ് യു ആർ വർക്കിംഗ് ഔട്ട് ഈസ് SST. SST എന്ന് പറയുന്നത് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഒബ്സർവേഷൻസ്, സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഒബ്സർവേഷൻസ് മൈനസ് t square divided by n. Sum of squares of observations. Sum of squares of observations minus t square by n. Sum of squares of observation എന്ന് പറയുന്നത് sigma x square ആണ്. So I feel you can read this. Sum of squares of observations. Sum of squares of observations. Sum of squares of observations. Sum of squares of observations minus sum of squares of observations minus t square divided by n. There is a sigma x square minus t square. Sigma x square minus sigma x square minus t square
divided by n minus t square divided by n. Sum of squares of observation minus t square divided by n. സിഗ്മ എക്സും സിഗ്മ എക്സ് സ്ക്വയറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് സിഗ്മ എക്സ് എന്ന് പറയുന്നത് സം ടോട്ടൽ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. അതായത് നേരത്തെ വർക്കൗട്ട് ചെയ്ത പോലെ എക്സുകളുടെ ടോട്ടലാണ്. എന്നാൽ സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എവരി എക്സ് ഈസ് കൺവേർട്ടഡ് ടു ബിക്കം ദ സ്ക്വയർ ഓഫ് ദാറ്റ്. ഇപ്പോൾ 9 സ്ക്വയർ ഈസ് 81, 11 ഈസ് 121, 13 ഈസ് 169, 9 ഈസ് 81, 8 ഈസ് 64. ആ രീതിയിൽ എവറിത്തിങ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ദ സ്ക്വയേഴ്സ്. യു ടേക്ക് ദ ടോട്ടൽ, ദാറ്റ് ഈസ് സിഗ്മ എക്സ് സ്ക്വയർ. സോ വർക്കൗട്ട് ചെയ്യുന്നു. ഇതിൽ 9 സ്ക്വയർ ഈസ് 81, 9 സ്ക്വയർ ഈസ് 81 പ്ലസ് 13 ഈസ് 169, 13 is 169, 13 is 169, 19 is 361, 361 plus 14, 14 is 196 plus 11 is 121 plus 12 is 144, 144. ആ രീതിയിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. എന്നിട്ട് മൈനസ് ടി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ഈസ് 2880. ടി സ്ക്വയർ ബൈ എൻ ഈസ് 2880. ഞാനിപ്പോൾ സ്ക്വയർ ചെയ്ത് ബോർഡിൽ എഴുതിയിരിക്കുന്നത് റോ വൈസ് ആയിട്ടാണ്. 9 സ്ക്വയർ ഈസ് 81, 13 ഈസ് 169, 19 ഈസ് 361, 14 ഈസ് 196 പ്ലസ് 121 പ്ലസ് 144 അങ്ങനെ 20 ആണ്. അങ്ങനെ 20 ആണ്. മൈനസ് 2880. ഇതിൽ സിഗ്മ എക്സ് സ്ക്വയർ ഈസ് 3138. സിഗ്മ എക്സ് സ്ക്വയർ ഈസ് 3138 മൈനസ് 2880 minus 2880 minus 2880 is equal to 258 is equal to 258. So SS first calculation it is 258. Adutha SSC, the next is SSC, the next is SSC. SSC stands for sum of squares. Sum of squares. It is a sum of squares between samples. Sum of squares between samples. Sum of squares between samples. And its formula is sigma x1 square divided by n1 plus sigma x2 square divided by n2 plus sigma x3 square divided by n3 plus sigma x4 square divided by n4 minus t square divided by n. Sigma x1 square divided by n1 plus sigma x2 square divided by n2 plus sigma x3 square divided by n3 plus sigma x4 square divided by n4. Sigma x1 square എന്ന് പറയുന്നത് ഫസ്റ്റ് കോളത്തിന്റെ ടോട്ടലിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് വാല്യൂസ് ഇൻ ദ ടോട്ടൽ. ഇതിൽ സിഗ്മ x1 സ്ക്വയർ എന്ന് പറയുന്നത് സം ടോട്ടൽ ഓഫ് figures in the first column, അവയുടെ സ്ക്വയർ that will be divided by number of values in the first column. Sum total of the squares of the second column divided by number of values in the second column. Number of what you call number, the sum total of the squares of values in the third column divided by number of values in the third column is equal to ഇതിൽ യൂണിഫോം ആണ്. എവറി കോളം ഈസ് ഹാവിംഗ് 5 figures each. First is 50 square. It is 50 square
divided by 5 plus 55 square divided by 5 plus 65 square divided by 5 plus 70 square divided by 5 minus 2880 minus 2880. So 50 square by 5 plus 55 square by 5 plus 65 square by 5 plus 70 square by 5 എല്ലാത്തിലും 5 ആണ് minus 2880. Since the denominators are uniform, that is 5, we can take a common denominator, that is 5. 50 square is 2500. 50 square is 2500 plus 55 square is 3025. 3025 plus 65 square is 4225. It is 4225. And the next is 70 square is 4900. It is 4900. So 50 square is 2500, 55 square is 3025, 4225 plus 4900. If add either, what you get is 14650 divided by 5. 14650 divided by 5 minus 2880. Minus 2880. Divide ചെയ്ത് കഴിയുമ്പോൾ 14650 divided by 5 give you 2930. Give you 2930 minus 2880 minus 2880 is equal to 50. Is equal to 50. Is equal to 50. Is equal to 50. So SS ൽ രണ്ട് കാൽക്കുലേഷൻസ് വന്നു, SST ആൻഡ് SSC. ഇനി ശരിക്കും പറയുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ കാൽക്കുലേഷൻസ് എല്ലാം തന്നെ കഴിഞ്ഞു. ഇനി വർക്കൗട്ട് ചെയ്യാനായിട്ട് വരുന്ന 3 സ്റ്റെപ്സിൽ ഇപ്പോൾ ഓൾറെഡി വർക്കൗട്ട് ചെയ്ത ഫിഗേഴ്സ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. വർക്കൗട്ട് ചെയ്ത ഫിഗേഴ്സ് തന്നെയാണ് ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് SSC. അടുത്തത് SSC. SSC stands for sum of squares. Sum of squares within samples. 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 Sum of squares within samples minus sum of squares within samples. SSC എന്ന് പറയുന്നത് sum of squares within samples, and the formula is SST minus SSC. SST minus SSC. It is SSC stands for sum of squares within samples. Sum of squares within samples. Sum of squares within samples. SSC ആണെങ്കിൽ sum of squares between samples ആണെങ്കിൽ ഇവിടെ within samples. I told you earlier, ഇനി individual calculations വരുന്നില്ല. What we have already calculated is used for the next calculation, and the formula is SST minus SSC. SST stands for 258. 258. It is 258 minus 50 is equal to 208 is equal to 208 is equal to 208 is equal to 208. SS ന്റെ 3 കാൽക്കുലേഷൻ കഴിഞ്ഞു. Now we are coming to the term MS. MS എന്ന് പറയുന്നത് മീൻ സ്ക്വയർ എന്നാണ്.
MS stands for mean square. MS is a mean square. ആദ്യം വർക്കൗട്ട് ചെയ്യുന്നത് ഇതിൽ ടി വർക്കൗട്ട് ചെയ്യേണ്ട രണ്ട് കാൽക്കുലേഷനേ വരുന്നുള്ളൂ. ഇതുവരെ വർക്കൗട്ട് ചെയ്തതെല്ലാം ടി വരുന്നുണ്ട്, എന്നാൽ ഇതിൻ്റെ അകത്ത് ടി ഇല്ല. ആദ്യത്തേത് MSC ആണ്. ഇറ്റ് ഈസ് എ MSC, mean square between samples, is equal to SSC. It is a SSC divided by K minus 1. 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 SSC is a 50. SSC is a 50. And K stands for number of classification. K stands for number of classification. ഇവിടെ ട്രീറ്റ്മെൻറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻറ്റു 1, 2, 3 and 4. നമ്മളിവിടെ ക്ലാസിഫൈ ചെയ്യുന്നത് ട്രീറ്റ്മെൻറ്റിനെയാണ്. ട്രീറ്റ്മെൻറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻറ്റു 4. അല്ലെങ്കിൽ യു ക്യാൻ സേ ഇറ്റ് ലൈക്ക് ദിസ്. ഇത് വൺ വേ ക്ലാസിഫിക്കേഷൻ ആയതുകൊണ്ട് K ഈസ് ഈക്വൽ ടു number of columns. K is equal to number of columns. So that 50 divided by number of classification is 4. അല്ലെങ്കിൽ number of column is 4. അപ്പോൾ 50 divided by 3 is equal to 16.67 is equal to 16.67. And the next one is MSC. MSC, mean square within samples. Mean square within samples is equal to SSC divided by N minus K. Is SSC divided by N minus K. SSC divided by N minus K is equal to 208 divided by 20 minus K is 4. So 208 divided by 16. 208 divided by 16 is equal to 30. Is equal to 30. Calculations over. ഇനി വർക്കൗട്ട് ചെയ്യേണ്ടത് അതിൻ്റെ കമ്പ്യൂട്ടഡ് വാല്യൂ ആണ്. യഥാർത്ഥത്തിൽ കമ്പ്യൂട്ടഡ് വാല്യൂ വർക്കൗട്ട് ചെയ്യാനായിട്ട് ഈ രണ്ടെണ്ണം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കമ്പ്യൂട്ടഡ് വാല്യൂ വർക്കൗട്ട് ചെയ്യാനായിട്ട് ഈ രണ്ടെണ്ണം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. വൺ ഈസ് MSC ആൻഡ് ദ അതർ വൺ ഈസ് MSC. അങ്ങനെ വന്നാൽ നാച്ചുറലി യു ക്യാൻ ആസ്ക്, ഈ രണ്ടെണ്ണം മാത്രമേ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതെല്ലാം എന്തിനായിട്ട് കണ്ടുപിടിക്കുന്നു? പക്ഷേ ദർ ഈസ് MSCയിലോട്ടും MSCയിലോട്ടും എത്തണമെങ്കിൽ ടി വേണം, SS വേണം. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കവർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിലോട്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ റിഗാർഡിംഗ് ദ F റേഷ്യോ MS ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ടൈം നൗ ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് F റേഷ്യോ.